ഹലോ നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയയിലെ മലയാളികൾ നടത്തുന്ന ലിക്കർ ഷോപ്പിനെ പറ്റിയാണ്. ആദ്യം തന്നെ പറയട്ടെ, ലിക്കർ ആരോഗ്യത്തിന് ഹാനികരമാണ്. എങ്കിലും നമ്മുടെ മലയാളികൾ എവിടെ പോയാലും ബിസിനസ് ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ മിടുക്കന്മാരാണ്. ഇത് നമ്മുടെ മലയാളിയുടെ ലിക്കർ ഷോപ്പാണ്. അപ്പം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓസ്ട്രേലിയയിൽ ഏതൊക്കെ ബ്രാൻഡുകളാണ് ലഭ്യമായിട്ടുള്ളത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി നോക്കാം. ഇതാണ് ജോയ് ചാച്ചനോട് കൂടുതൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. ജോയ് ചാച്ചൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഇവിടെ. ഇതാണ് ടിബിനും ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ലിക്കർ ആരോഗ്യത്തിന് ഹാനികരമല്ലേ? തീർച്ചയായും. അപ്പോൾ നിങ്ങളത് പ്രോത്സാഹിപ്പിക്കുകയാണോ? അല്ലല്ല, ഒരിക്കലും. ഇതൊരു ബിസിനസ്സാണ്. അതിൻ്റെ കൂടുതൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലാണ് ഇതൊരു മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോഷ്യൽ ഡ്രിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ഫുഡ് ഹാബിറ്റ്സിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇത് കാണുന്നവർ എല്ലാവരും മനസ്സിലാക്കുക, ഇതൊരു സോഷ്യൽ ഡ്രിങ്ക് ആണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇത് കാണാവുള്ളൂ. ഇത് മലയാളി നടത്തുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. മാത്രമല്ല ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്ക് 18 ഇയേഴ്സ് താഴെയുള്ള ഒരാൾക്ക് നമ്മൾ അവിടെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഐ ഡി ചോദിക്കും. അപ്പോൾ ഇവിടെ മേടിക്കാൻ വരുന്നവർക്ക് പ്രായം കുറവാണെന്ന് തോന്നിയാൽ ചോദിക്കുമായിരുന്നു. നമ്മൾ അപ് ടു 25 ഇയേഴ്സ് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഡി ചോദിക്കും, എന്നിട്ടേ അവർക്ക് കൊടുക്കത്തുള്ളൂ. ഓക്കെ. ഇത് ബേസിക്കലി ലിക്കറ എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ അതിൽ പേരിൽ കാണുമ്പം ലിക്കർ അറ്റ് ഫിലിപ്പ് എന്നാണ് കാണുന്നത്. ബേസിക്കലി അത് ലിക്കർ അറ്റ് എന്നുള്ള ലിക്കറ എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്രാഞ്ചൈസിയുടെ നെയിം. ഓക്കെ. ഫിലിപ്പ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഇത് ഈ സബർബിലാണ്, ഫിലിപ്പിലാണുള്ളത് കൊണ്ട് ഞങ്ങളത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അത് മറ്റുള്ളവർക്ക് അതൊരു ഈസി ക്യാച്ചബിൾ നെയിമായിട്ട് തോന്നാനായിട്ടാണ് ഞങ്ങളത് ലിക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ലിക്കറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? അതായത് നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലിക്കറുകൾ ഇവിടെ ഉണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളതുണ്ട്. ഓൾഡ് മങ്ക് ഇവിടെ ഉണ്ട്. പക്ഷേ സ്റ്റോക്ക് ഔട്ടാണ് ഇപ്പം. ജസ്റ്റ് സ്റ്റോക്ക് ഔട്ടായി. ഈ തിങ്കളാഴ്ച സ്റ്റോക്ക് കയറത്തേ ഉള്ളൂ. നമ്മുടെ സ്കോട്ടിഷ് വിസ്കി സ്കോച്ച് വിസ്കി എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്കോച്ച് വിസ്കി, ഒറിജിനൽ സ്കോച്ച് വിസ്കി എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന സ്കോച്ച് വിസ്കി ആയിരിക്കണം. അതിനകത്ത് ഏറ്റവും പ്രമുഖമായ ബ്രാൻഡുകളിലൊന്നാണ് ഗ്ലെൻലിവിറ്റ്. അതിൻ്റെ ടൊള്ളിയർ സിംഗിൾ മാൾട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബാരൽ. അതിന് ഓരോന്നും പ്രത്യേകതയുണ്ട്. സ്കോട്ട്ലൻഡിലെ ഹൈലൻഡ്സിലെ റിവേഴ്സിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അവിടുത്തെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും. പക്ഷെ ആ വെള്ളത്തിന് ഹൈലൻഡ്സിലെ വെള്ളം വളരെ പ്രമുഖമാണ് ആ നാട്ടിൽ. എനിക്കറിയത്തില്ല, ഞാനവിടെ സ്കോട്ട്ലൻഡിൽ ഉണ്ടായിരുന്ന ആളാണ്, സ്കോട്ട്ലൻഡിൽ ജീവിച്ചിട്ടുള്ളതാണ്. അവിടെ സ്കോട്ട്ലൻഡിൽ ഓരോ ചെറിയ ഗ്രാമങ്ങളിലും ചെറിയ ഡിസ്റ്റിലറികളുണ്ട്. അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ഈ ഭയങ്കരമായ ശൈത്യം, കഠിനമായ തണുപ്പ് കാരണം അവർക്കിത് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ നാട്ടിലെ ഒരു സിറ്റുവേഷൻ വന്നാൽ സ്കോച്ച് വിസ്കി ഉപയോഗിക്കും, പക്ഷെ ഭയങ്കര ചൂടത്താണ് ഉപയോഗിക്കും. ശരിക്കും ഇത് ചൂടത്ത് ഉപയോഗിക്കേണ്ട ഒരു ഡ്രിങ്ക് അല്ല. ഇതൊരു ഡ്രിങ്ക് എന്നാണ് പറയുന്നത്. ഇത് ആൽക്കഹോൾ അതിനകത്തുണ്ടെങ്കിലും ഇതൊരു സോഷ്യൽ ഡ്രിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ആഫ്റ്റർ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്കൊരു റിലാക്സ് ചെയ്യണം. നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ രാത്രി കയറി വരികയും നല്ല കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. നാട്ടിലും അതുപോലെ തന്നെയാണ്. അത് നമ്മുടെ നാട്ടിൽ പക്ഷേ അതിന് പറ്റിയ റമ്മ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, തണുപ്പുള്ളപ്പം ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അധികം അറിവൊന്നുമില്ല, എന്നാലും പരിമിതമായ ഇതിനകത്തുള്ള അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. അതാണ് ഒരു കാര്യം. പിന്നെ റമ്മുണ്ട്. നമ്മുടെ ഏറ്റവും നല്ല ബ്രാൻഡി ഫ്രഞ്ച് ബ്രാൻഡീസ് ആണ്. ഫ്രാൻസ് ആണ് അതിനകത്ത് പ്രമുഖമായുള്ളത്. VSOP, VS, ഗോണിയാക്ക് അങ്ങനെയുള്ള ഭയങ്കര വിലയുടെ ഉണ്ട്. നമ്മുടെ കയ്യിൽ അത്രയും വിലയുടെ ഒന്നുമില്ല. അതിൽ ഇവിടെ വില ഏറ്റവും കൂടിയുള്ളത് $229
റെമി മാർട്ടിനാണ്. റെമി മാർട്ടിൻ. ഇത് ലിറ്റർ ആണോ? ഇത് 700 ml ആണ്. 700 ml റെമി മാർട്ടിൻ. റെമി മാർട്ടിന് ഇത് $229 ആണ്. 229. ഓക്കെ, ഇൻക്ലൂഡിങ് GST. ഓക്കെ. വേറെ വിലയുള്ള പിന്നെ നമുക്ക് പരിചയപ്പെടുന്ന വിസ്കി തന്നെയാണ് ബ്ലൂ ലേബല്. ഇത് സിംഗിൾ മാൾട്ട് ആണെങ്കിൽ ഈ ബ്ലൂ ലേബിള് ഭയങ്കര വിലയുള്ളതാണ്, പക്ഷേ ഇത് ബ്ലെൻഡഡ് ആണ്. ബ്ലെൻഡഡ് എന്ന് പറയുമ്പോൾ പല ബാരലിൽ നിന്ന് എടുത്ത് മിക്സ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ബ്ലെൻഡഡ് എന്നാണ് എൻ്റെ അറിവുള്ളത്. അത് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബ്ലൂ ലേബിള് ഇതിന് 200 മേളിൽ വിലയുണ്ട് വെളിയിൽ. നമ്മുടെ പക്ഷേങ്കിൽ 200 അടുത്താണ്. വെളിയിലത്തെ മാർക്കറ്റിനേക്കാളും ഇതൊരു കുഞ്ഞു കടയാണെങ്കിൽ പോലും ഞങ്ങളുടെ കടയിൽ സാധനങ്ങൾക്ക് മറ്റുള്ള കടകളിലേക്കാളും വിലക്കുറവുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ VSOP എന്ന് പറയുന്നത് കോണിയൻ VSOP ആണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഏജ്ഡ് റെഡ് ബാരൽസ്. മാർട്ടലിൻ്റെയാണ്, ഫ്രഞ്ചാണ് ബ്രാൻഡി. ഞാൻ കേട്ടിട്ടുള്ളത് ബ്രാൻഡി, ഈ ഫ്രഞ്ച് ബ്രാൻഡീസ് എല്ലാം വൈനിൽ പിന്നെ ഇത് ചെയ്തെടുക്കുന്നതാണെന്നാണ് എൻ്റെ അറിവ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ന്യൂ ആണ് ഈ ബിസിനസ്സിനകത്ത്, പക്ഷേങ്കിൽ ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഉള്ള അറിവ് വെച്ചാണ് ഇത് ഞങ്ങൾ പറയുന്നത്. അവരുടെ തന്നെ പുതിയൊരു ഐറ്റങ്ങൾ വന്നിട്ടുണ്ട്, ബ്ലൂ ഷിഫ്റ്റ്. ഒത്തിരി മാർക്കറ്റിൽ നമ്മൾ അറിയാൻ വയ്യാത്ത അനേകം ബ്രാൻഡുകൾ ഉണ്ട്. അനേകം ബ്രാൻഡുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണുള്ളത്. പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഇത് നീളം കൂടിയ ഇത് ശരിക്കും ലിക്വറാണ്. ഇത് ഷോർട്സ് ഉപയോഗിക്കാൻ നല്ലതാണ്. ഷോർട്സ് എന്ന് പറയുമ്പം അതിനകത്ത് വെള്ളമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നത്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഡ്രൈ അടിക്കാൻ പറ്റിയ സാധനം. അതായത് ചെറിയൊരു പെട്ടെന്നൊരു ടക്കെന്ന് ഒരു ഇതടിക്കുക. ഇപ്പോൾ ടക്കിൽ അടിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു നാരങ്ങയും ഇച്ചിരി ഉപ്പൊക്കെ കൈ വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് പല ഫ്ലേവറുണ്ട്. ഇതിൻ്റെ വാനിലയാണ്. ഇത് സാമ്പൂക്ക എന്ന് പറയും. ഓക്കെ, അത് ഇതിന് ഇച്ചിരി ചുവയുണ്ട്, ഇച്ചിരി പുളി ഇതുണ്ട്, ഇച്ചിരി മധുരമുണ്ട്. അങ്ങനെ പല ഫ്ലേവറിൽ നമുക്ക് മധുരമുള്ള ലിക്വറുകളും ഉണ്ട് ഇവിടെ. ഇതൊരു വിസ്കിയുടെ സെക്ഷനാണ്. വിസ്കി തന്നെ പല ഇതുണ്ട്. അമേരിക്കൻ വിസ്കികളുണ്ട്, അതായത് അതിനകത്ത് ബോർബോൺ വിസ്കി, അതിനകത്ത് തന്നെ വിവിധ തരങ്ങളുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞ സ്കോട്ടിഷ് വിസ്കി കൊണ്ടാണ് സ്കോച്ച് വിസ്കി എന്ന് പറയുന്നത്. പക്ഷേ ഇത് അമേരിക്കൻ വിസ്കിയുള്ള ജാക്ക് ഡാനിയൽ ഇന്നീസ് വിസ്കിയാണ്. ഇതിൻ്റെ കൂടിയ വെറൈറ്റി ഉണ്ട്. ഇത് ഏറ്റവും കുറഞ്ഞതാണ് നമ്പർ 7 എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്പർ 7 അവരുടെ എന്തോ ബാരൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് വേറെയാണ് മങ്കി ഷോൾഡർ. അതുപോലെ മേക്കേഴ്സ് മാർക്ക്. അങ്ങനെ വിവിധ വിസ്കിയുടെ സെക്ഷനാണ്. ഇതിനകത്ത് ഐറിഷ് വിസ്കി ഉണ്ട്. ഓരോ രാജ്യത്തിനും അവരുണ്ടാക്കുമ്പം അതിൻ്റെതായ ഒരു വ്യത്യാസം വെച്ച് അവരുടെ ആ ബ്ലെൻഡും അതിൻ്റെ ടേസ്റ്റിനും ഒക്കെ വ്യത്യാസം വെച്ചും ആ രാജ്യത്തിൻ്റെ ഒരു ഇതും വെച്ചൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അടുത്ത ഇതൊരു കനേഡിയൻ വിസ്കിയാണ്. ഇത് നമ്മുടെ സിനമൺ ഫ്ലേവേർഡ് കനേഡിയൻ വിസ്കിയാണ്. ഇതുകൊണ്ട് നമുക്ക് കോക്ടെയിൽസ് ഉണ്ടാക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ കോക്ടെയിൽ ഉണ്ടാക്കുന്നത് ഇത് ഫ്രം കാനഡയാണ്. അതുപോലെ ഇത് വിസ്കി അല്ല, ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്ന് കൂട്ടാണ്. ഒരു 56 മരുന്ന് വെച്ചുണ്ടാക്കിയ ഒരു കൂട്ടിൻ്റെ ആൽക്കഹോളിക് പെർസെൻറ്റേജ് ഉള്ള ഒരു ഇതാണ്. അത് ഫ്രം ജർമ്മനിയാണ്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഒരു മുമ്പേ പറഞ്ഞ പോലെ മധുരമുള്ള ഒരു ഓറഞ്ച് ഫ്ലേവേർഡ് ലിക്കറിയാണിത് കൊണ്ടുവരുന്നത്. ഇത് മൂന്നും കൂടെ ഒരു മിക്സ്, നല്ല മിക്സാണ്. അതായത് 30 + 50 വിത്ത് ഐസ് ക്യൂബ്സ്. അതും ഡ്രൈ ആണ്, വെള്ളമൊന്നും ഒഴിക്കരുത്. നല്ലതായിട്ട് സിപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡ്രിങ്കാണ്. സെക്കൻഡ് ഡേയിൽ ഹാങ് ഓവറോ അങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷേ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണ്. 3 കുപ്പികൾ വരുമ്പോൾ $150 വരും. അതിൻ്റേതായ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ഫങ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോക്ടെയിലാണ് എൻ്റെ അറിവിൽ. ഞങ്ങളിത് പരീക്ഷിച്ചിട്ടുണ്ട്.
കുഴപ്പമില്ല. ഞാൻ മുമ്പേ പറഞ്ഞു ഡ്രിങ്കിങ് ഹാബിറ്റ് ശരിയല്ല, പക്ഷേ സോഷ്യൽ ഡ്രിങ്കിങ് നമ്മുടെ ഒരു വല്ലപ്പോഴും നമ്മുടെ ഒരു പാർട്ടിക്കോ മറ്റുള്ളതിനോ ഒക്കെ നമ്മളൊരു കോക്ടെയിൽ ഉണ്ടാക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റമ്മാണ്. ബിസ്ക്കറ്റ് ഒരു സെക്ഷൻ കഴിഞ്ഞു, റമ്മിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ ഉള്ളത്. ഒരു സെലക്ഷൻ ഉണ്ട്, അത് അതിനകത്ത് ക്യാപ്റ്റൻ മോർഗൻ നമ്മുടെ കരീബിയൻ റമ്മാണ്. അതിൻ്റെ തന്നെ 3 വേർഷൻസ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഒന്ന് ജമൈക്കൻ ബ്ലാക്ക് റം, സ്പൈസ്ഡ് വണ്, പിന്നെ ബ്ലാക്ക് സ്പൈസ്ഡ്, പിന്നെ നമ്മുടെ ഓൾഡ് മങ്ക് ഇവിടെ ഉണ്ട്. അത് കാനഡയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികൾക്കും ഇന്ത്യയിൽ മൊത്തം പ്രിയപ്പെട്ട ബ്രിട്ടീഷുകാർ നമുക്ക് സമ്മാനിച്ചിട്ട് പോയതാണ് ഓൾഡ് മങ്ക്. അത് അവരാണ് ആദ്യം അവിടെ തുടങ്ങുന്നത്, നോർത്തിലാണ് തുടങ്ങുന്നത്. അത് ഭയങ്കര ഫേമസ് ആണ്, നല്ല റമ്മാണ്. അത് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു കാനഡയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അവൈലബിൾ. ഓൾ ഓവർ ഓസ്ട്രേലിയ എനിക്കൊന്ന് ഓൺലൈൻ പലയിടത്തും അവൈലബിൾ ആണ്, അല്ല മെൽബണിലൊക്കെ ഉള്ളൂ. അടുത്ത ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോഡ്ക, ജിന്ന് അങ്ങനെയൊക്കെയുള്ളതാണ്. വോഡ്കയ്ക്കകത്ത് ഫിൻലൻഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ അങ്ങനെ വന്നിട്ട് ആദ്യമായിട്ട് ഗ്ലൂട്ടൻ ഫ്രീ വോഡ്ക ഒരു ലിക്കറിനകത്ത് ഞാൻ കാണുന്നത്. വേറെ പലരും ചോദിക്കാറുണ്ട്, പക്ഷെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ട് വോഡ്ക നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇത് റഷ്യനാണ്. വിവിധ തരത്തിലുള്ള വോഡ്കകളുണ്ട്, സ്പ്രിൻ ഓഫ് ഉണ്ട്. പിന്നെ ബർക്കാഡി റം അവിടെ തൊട്ട് താഴെ റമ്മിൻ്റെ സെക്ഷനകത്ത് വരുന്നതാണ്. പിന്നെ ഒരു സാധനം എന്ന് പറയുന്നത് ടക്കീല. ഇത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഷോർട്സിന് പറ്റിയതാണ്. നമുക്ക് പുളി ഒരു രസം കയ്യിലുണ്ടെങ്കിൽ, ഇച്ചിരി ഉപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സോഷ്യൽ ഡ്രിങ്കിൽ പാർട്ടിക്കൊക്കെ പറ്റിയ സാധനമാണ്. അതിൻ്റെ ഒത്തിരി ഫ്ലേവറുകളുണ്ട്. ഇപ്പം ടക്കീല ബ്ലൂ, പിന്നെ ഇതെല്ലാം ടക്കീലയാണ്. ഇത് വേറെ ടക്കീലയാണ്. ഇതിപ്പോൾ ഇതിനകത്ത് മിക്സ് ഒന്നും ചെയ്യണ്ട, ഇത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഷോർട്ട്സ് അടിക്കാൻ നല്ല സാധനമാണ്. പിന്നെ നമ്മുടെ ബോംബെ സഫയർ, ഇത് ലണ്ടനിൽ നിന്നാണ്, ലണ്ടൻ ട്രൈജിനാണ്, പക്ഷെ അതിൻ്റെ പേര് ബോംബെ സഫയർ എന്നാണ്. നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ഉള്ളത് സിയറ ഉണ്ട്, ബ്ലൂ ചക്കീര ഉണ്ട്. ബേസിക്കലി ചക്കീര എന്ന് പറയുന്നത് ഒരു മെക്സിക്കൻസ് ഒരു സിറ്റിയാണ്. ഒരു പ്ലാന്റിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ അത് ഉണ്ടാകുന്നത്. അത് എന്താ പറയുക, ബ്ലൂ അഗാവെ എന്ന് പറയുന്ന ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട് അവിടെ. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് അത് വരുമ്പോൾ എത്രമാത്രം അതിൻ്റെ എസൻസ് ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബേസിക്കലി ചക്കീര എന്ന് പറയുന്നത് അതൊരു മെക്സിക്കൻ സ്റ്റേറ്റും അവിടെ ഉണ്ടായിരുന്ന ഒരു പുൽ ചെടിയിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഡാൻ മർഫി പോലുള്ള മറ്റുള്ള മെയിൻ ചെയിൻസ് വിൽക്കുന്നതിലും എങ്ങനെ പോയാലും $1 $2 കാത്തിട്ടാണ് ഞങ്ങളിവിടെ വിൽക്കുന്നത്. ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റുള്ള ദൈനംദിന ചെലവുകളും സ്റ്റാഫിങ്ങും എല്ലാം നോക്കിയിട്ടും എന്നിട്ട് പോലും നമുക്കത് കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡെഫിനറ്റ്ലി മറ്റുള്ളവർ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ബെറ്റർ പ്രൈസ് പീപ്പിൾ ക്യാൻ സീ ഫ്രം us. ഒരു സെലക്ഷൻ ഓഫ് വൈനാണ്. വൈനെ കുറിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ RTD എന്ന് പറയുന്ന ഒരു സെലക്ഷൻ ഉണ്ട്. അതായത് ഈ വിസ്കി അല്ലെങ്കിൽ റം ഐറ്റംസ് പ്രീമിക്സ് ചെയ്ത് കൊക്കക്കോള ആയിട്ടും ലൈം അങ്ങനെ വിവിധ ഫ്ലേവറിൽ അവർ റീമിക്സ് ചെയ്ത്, കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് സമയമില്ല, അത് കാരണം അവരുമായിട്ട് വന്ന് പെട്ടെന്ന് ഒരു ഡ്രിങ്ക് എടുക്കണം, അങ്ങനെ അവരെടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നല്ല ഒരു ബിസിനസ് ഉള്ള ഒരു സെലക്ഷനാണ്. പിന്നെ ബിയറിൻ്റെ എല്ലാം ഇതൊരു കാൻബ്ര ബേസ്ഡ് ബിയറാണ്. ഓസ്ട്രേലിയൻ ബിയറിനൊക്കെ ഉപരി ACT, അതായത് കാൻബ്ര ഉൽപ്പാദിപ്പിക്കുന്നതാണ്. എപ്പോഴും അവർക്കൊരു സ്റ്റേറ്റിനോട് എപ്പോഴും ഒരു ഇതുണ്ട്. സ്റ്റേറ്റ് ബിയർ ആകുമ്പം അവർ ആ സ്റ്റേറ്റിൽ നിന്നുള്ള ബിയർ അല്ലെങ്കിൽ വൈൻ നമുക്ക് അങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ട് ഇവിടെ. കാൻബ്ര റീജിയൻ വൈൻസ്, സെലക്ഷൻ ഓഫ് വൈൻസ് ഉണ്ട്. പിന്നെ ഈ വൈനാണ് പറയാനുള്ളത്. വൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈന്
ഒത്തിരി നമുക്കൊന്നും അറിയാൻ, ഈവൻ വൈൻ്റെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ പോലും നമുക്ക് അറിയത്തില്ല. ഇവിടെ വന്ന് ഇത് തുടങ്ങി കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു വെറൈറ്റി ഉണ്ടെന്ന് അറിയുന്നത്. ഷാമ്പെയിൻ വിഭാഗമാണെങ്കിൽ നമുക്കിവിടെ ഷാമ്പെയിൻ എന്ന പേരിടാൻ പറ്റത്തില്ല. കാരണം ഷാമ്പെയിൻ എന്ന് പറയുന്ന പേരിടണമെന്നുണ്ടെങ്കിൽ അത് ഫ്രാൻസിൽ ഉൽപ്പാദിപ്പിച്ചായിരിക്കണം. അവർ അതിൻ്റെ റൈറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. മമ്മ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, പക്ഷേ അത് ഫാസ്റ്റ് സെല്ലിംഗ് ആണ്. ഇപ്പോൾ അത് സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ആ ഷാമ്പെയിൻ വിഭാഗത്തിൽ പെടുന്നതാണ്. അതിനകത്ത് തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഷാമ്പെയിന് വ്യത്യാസമുണ്ട്. അവർ ഫിസി അതല്ലെങ്കിൽ അതിൻ്റെ കളറിന് വ്യത്യാസം വെച്ച് സ്ത്രീകൾ ഉപയോഗിക്കുന്നതിനകത്തും വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ എല്ലാം ഇത് റൊസേ കൂടുതലും സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. ആണുങ്ങൾ ഉപയോഗിക്കത്തില്ല എന്നല്ല, പക്ഷെങ്കിൽ റൊസേ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വൈറ്റ് വൈൻസ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കും. റെഡ് വൈൻസുകളൊന്നും ഫ്രിഡ്ജിനകത്ത് വെക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് ഈ ഷാമ്പെയിന് വൈറ്റ് വൈൻ എന്ന് പറയുന്നത് വൈറ്റ് മീറ്റിൻ്റെ കൂടെ ഉപയോഗിക്കണമെന്നാണ് ഇവരുടെ. ഇതൊന്നും നമ്മളുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലോ നമുക്ക് ഇതുമായിട്ട് ഹിസ്റ്ററിയോ ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ ഇങ്ങനെയുള്ള ഈ ആൽക്കഹോൾസിൻ്റെ പരിചയം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ്. പക്ഷെ അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് അതിന് ഓരോ കാറ്റഗറൈസ് ചെയ്ത് അതിന് ഓരോ പേര് കൊടുത്ത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ പേര് പ്രൊണൗൺസ് ചെയ്യാൻ പോലും നമുക്ക്, ഞാൻ മുമ്പേ പറഞ്ഞത്, നമുക്കറിയത്തില്ല. കാരണം നമ്മൾ വളരെ ന്യൂ ആണ് ഈ ഒരു കാര്യത്തിൽ. വേറൊരു ഐറ്റമാണ് മൊസ്കാറ്റോ. മൊസ്കാറ്റോ എന്ന് പറയുന്നത് മധുരമുള്ള വൈനാണ്. പക്ഷേ മറ്റുള്ള റെഡ് വൈൻസ് ഒന്നും മധുരമുള്ളതല്ല. റെഡ് വൈൻസ് ഉണ്ട്, സിയന്ന മധുരമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടോണി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അത് മധുരമുള്ള വൈനാണ്. പക്ഷേ ഇംഗ്ലീഷുകാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഷിറാസ്, മെർലോട്ട് അങ്ങനെയുള്ള വൈനുകളാണ്. അതിനത്രയും മധുരം കാര്യങ്ങളൊന്നുമില്ല. വേറൊരു ടേസ്റ്റാണ്. അത് നമ്മുടെ ആ ടേസ്റ്റ് ബഡ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നതനുസരിച്ചിരിക്കും അത് നമുക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത്. പിന്നെയും റൊസേ കണ്ടില്ല, ഇന്ന് മാത്രം വെറൈറ്റി ആയിരിക്കണം. കാരണം സ്ത്രീകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഡ്രിങ്കിങ് ആൽക്കഹോൾ കൺസംഷൻ കൂടുന്നത് അഴുക്കാണ്. പക്ഷെങ്കിൽ ഒരു സോഷ്യൽ ഡ്രിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇതെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇന്ത്യൻ ബിയറാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. കിങ്ഫിഷർ ഉണ്ട്, കൂടെ നമുക്ക് ഹേവാർഡ്സ് 5000 ആ 2 ബിയറാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ ബിയറായിട്ട്. പക്ഷേ കിങ്ഫിഷർ ഇന്ത്യൻ ബിയർ ആണെങ്കിലും ഇത് പ്രൂവ് ചെയ്യുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അവരവിടുന്ന് അതിൻ്റെ മേടിച്ചിട്ട് അതിൻ്റെ റൈറ്റ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹേവാർഡ്സ് ഡയറക്റ്റ്ലി അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലേ? നമ്മുടെ ഹേവാർഡ്സ്, കല്യാണി അങ്ങനെയുള്ള ബിയറുകളെല്ലാം അസാഹിയുടെ ഒത്തിരി ബിയറുകളുണ്ട്. എന്നാലും അതിനകത്ത് ജാപ്പനീസിന് ഡ്രൈ ബ്ലാക്ക് എന്ന് പറയും. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ബിയറാണ്. സാധാരണ കേസെല്ലാം 24 വരുമ്പോൾ ഇത് 18 വരുന്നത്. കാരണം ഇതിന് കുപ്പിക്ക് വെയിറ്റ് കൂടുന്നതാണ്. പക്ഷേ ഇതിന് ക്വാളിറ്റി കൂടുമ്പം കുപ്പിക്ക് വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവായിട്ടുള്ള ബോട്ടിലാണെന്നുള്ളതാണ്. അന്നേരം ക്വാളിറ്റി ഉള്ള സാധനമാണ് അത് ഉള്ളത്. ഈ ക്വാളിറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന? നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുടിക്കുമ്പോഴെന്നുള്ളത് അല്ലാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഇതിപ്പം 18 കാർട്ടണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് ക്വാളിറ്റി ഉള്ളത്. അതായത് കുപ്പിക്ക് വില കൂടുമ്പം അതിനകത്തുള്ള സാധനത്തിന് വില കൂടും. അതിനനുസരിച്ച് ക്വാളിറ്റി നല്ലതായിരിക്കും. അതിനൊരു ഉദാഹരണമാണ് വൈൻ. ഞാൻ മുമ്പേ പറഞ്ഞു, മെർലോട്ട്, മൊസ്കാറ്റോ അങ്ങനെയുള്ള വിവിധതരം വൈനുകളുണ്ട്. ഹോപ്പ് ഈ ഹോൾ കണ്ടോ? ഇതെന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള കുപ്പി. ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോട്ടിലാണ്. അന്നേരം ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോട്ടിലിനകത്ത് അന്നേരം നല്ല വൈനായിരിക്കും. ഇത് മേടിച്ചുകൊണ്ട് പോയ ഒത്തിരി പേര് ഇതിൻ്റെ ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഈ വൈൻ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഈ റെസ്റ്റോറൻറ്റ്സൊക്കെ സെർവ് ചെയ്യുന്നതിന് വേണ്ടി നല്ല വൈനുകളെ അവർ ഉപയോഗിക്കത്തുള്ളൂ. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. അതായത് ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രയോജനം ഇവിടെ ഉണ്ട്. പിന്നെ അടി നല്ല കട്ടിയുള്ള ഇതായിരിക്കും. അല്ല നോർമൽ വൈൻ എനിക്ക് പേര് കാണിക്കാൻ പറ്റത്തില്ല. പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഈ വൈനിൻ്റെ ക്വാളിറ്റി എങ്ങനെ അറിയാൻ പറ്റുമെന്ന് മുമ്പേ ചോദിച്ചതിൻ്റെ ഒരു ഇതാണ്. അതായത് ക്വാളിറ്റി ഉള്ള വൈൻ നോക്കുമ്പോൾ അടിയിൽ നമ്മളൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കേട്ട് നോക്കി കഴിയുമ്പം നല്ല വില, അതായത് എബോവ് $15 ഉള്ള വൈനെല്ലാം
ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പുഴു കാണും. ഞങ്ങൾ വളരെ ചെറിയൊരു രീതിയിൽ തുടങ്ങിയതാണ്. പതുക്കെ ഇപ്പം ഹോട്ടലുകളിലേക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ പാർട്ടി സപ്ലൈസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഇത് വരുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവായിട്ടുള്ള റേറ്റ് നോക്കി നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ലിക്കർ അറ്റ് ഫിലിപ്പ് എന്ന സ്ഥാപനം ഇരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രേപ്പ് വെഞ്ചേഴ്സാണ് ഞങ്ങളുടെ മദർ കമ്പനി. പക്ഷേ ലിക്കർ അറ്റ് ഫിലിപ്പ് എന്നുള്ള ട്രേഡ് നെയിമിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പം ഓസ്ട്രേലിയയിലെ ലിക്കർ ഷോപ്പിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പോലെ ലിക്കർ അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.